താഴെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ കൂടുതൽ ഉദ്യോഗസ്ഥര് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആയിക്കോട്ടെ, നടപടി എടുക്കട്ടെ. ഞാൻ എല്ലാ നടപടിയും സ്വീകരിക്കാൻ തയ്യാറ് നടക്കട്ടെ. നോ ഇഷ്യൂസ്. ശ്രമിക്ക പി വി അൻവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പി വി അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. കർശന നടപടി ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ് അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനിയിപ്പോ നടത്തി തീരുന്നവരെ ഇവിടെ നിൽക്കുമോ അതോ എങ്ങനെയാണ്? നാടകീയത അത് ഈ പ്രശ്നം കഴിയുന്നവരെ റീറ്റ് ചെയ്യൂ. നടപടി ഉണ്ടാവുന്നതാണ്. നാടകീയ നീക്കങ്ങളാണ് ഇന്ന് ചേലക്കരയിൽ കണ്ടത്. ചേലക്കരയിൽ പരസ്യ പ്രചരണം അവസാനിച്ച ശേഷവും വാർത്താ സമ്മേളനം സംസാരിച്ചെങ്കിൽ അൻവർ പിൻവാങ്ങാൻ തയ്യാറായില്ല. നടപടി നടത്തുന്ന നീക്കം അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ ചർച്ചയാവുകയാണ്. കാരണം അൻവറിന്റെ പ്രതിനിധി ചേലക്കരയിൽ സ്ഥാനാർത്ഥിയായിരുന്നു. പ്രധാനപ്പെട്ട മുന്നണി നേതൃത്വങ്ങൾ ായിരുന്നു ചട്ടം. പക്ഷേ ആ ചട്ടലംഘനം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ അൻവർ മാധ്യമങ്ങളെ കണ്ടത്. MG മിഥുനുണ്ട്. മിഥുൻ, എന്താണ് അവിടെ സംഭവിച്ചത്? പി വി അൻവർ ഇന്നലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചതാണ് താൻ മാധ്യമങ്ങളെ ഇന്ന് കാണുന്നുണ്ട് എന്ന കാര്യം. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളെ എവിടെ വെച്ച് കാണുമെന്നത് പറഞ്ഞിരുന്നില്ല. ചേലക്കരയിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും മാധ്യമങ്ങളെ കണ്ടാൽ ഈ ചട്ടലംഘനം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ബോധപൂർവമായി അൻവർ അവിടെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചതാണോ? സൈത്ത് അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം രാവിലെ ഞാൻ നിൽക്കുന്ന ഈ അരമന ഹോട്ടലിലാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം പി വി അൻവർ വിളിച്ചു ചേർക്കുകയും ചെയ്തത്. അതിനുശേഷം അതറിഞ്ഞ ഉദ്യോഗസ്ഥർ ഈ ഹോട്ടലിലെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ടു. ഒപ്പം തന്നെ ഇവിടെ വെച്ച് ചട്ടലംഘനമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വാർത്താ സമ്മേളനം നടത്താൻ പാടില്ല എന്ന് MLA അറിയിക്കണം എന്നുള്ള നിർദ്ദേശം അവർ മുന്നോട്ട് വെക്കുന്നു. തുടർന്ന് MLA ഇക്കാര്യം അറിയിച്ചപ്പോൾ അതിൽ വഴങ്ങാതെ വാർത്താ സമ്മേളനവുമായി മുന്നോട്ട് പോകും, താൻ ഇവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണുമെന്നുള്ള നിലപാടിലേക്ക് അൻവർ എത്തുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വെല്ലുവിളിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. കൂടാതെ തന്നെ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ സമയത്താണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള വിവേക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരായിരുന്നു അവിടേക്ക് എത്തുകയും ചെയ്തത്. അതിനുശേഷം അവർ കൃത്യമായി പറയുന്നു, അതായത് ഇലക്ഷൻ ടെലികാസ്റ്റിംഗ് പാടില്ല എന്നതാണ് ചട്ടം, അതുകൊണ്ട് തന്നെ വാർത്താ സമ്മേളനം നിർത്തണം എന്നുള്ള കാര്യം, ഒപ്പം തന്നെ അത് ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് അൻവറിന് നൽകുകയും ചെയ്തു. ഈ വാർത്താ സമ്മേളനം തുടരാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ അത് അൻവർ അംഗീകരിക്കുന്നില്ല. അതായത് എന്താണ് ഇതിൽ വകുപ്പുകൾ ചേർത്തിട്ടുള്ളത്, ഏത് വകുപ്പുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം തടയാൻ ഉദ്യോഗസ്ഥരെത്തി എന്നടക്കമുള്ള ചോദ്യമാണ് പ്രധാനമായും അൻവർ ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും ചെയ്തത്. അതിൽ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയ ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. എന്തായാലും അടിയന്തരമായി തന്നെ ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് പി വി അൻവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വീണ്ടും എത്തും. മടങ്ങിപ്പോയി എങ്കിൽ പോലും തന്നെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇലക്ഷൻ ടെലികാസ്റ്റിംഗ് അത് ചട്ടം അത് കൃത്യമായി ലംഘിച്ചു, അതിനെതിരെ നടപടിയുണ്ടാകും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ചില നാടകീയ രംഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അരങ്ങേറിയത്. രാവിലെയോടുകൂടി തന്നെ പി വി അൻവർ ഇവിടെ ഈ ഹോട്ടലിലല്ലായിരുന്നു താമസിക്കുന്നത്. നേരത്തെ തന്നെ ഇവിടെ വാർത്താ സമ്മേളനം നടക്കുമുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതേ തുടർന്നായിരുന്നു പിന്നീട് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത്, ഇലക്ഷൻ കമ്മീഷൻ പ്രതിനിധികൾ എത്തുന്നത്. തുടർന്ന് ഹോട്ടലിനെ കാര്യം കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അൻവർ പ്രധാനമായും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ
ചട്ടലംഘനമാണ് എന്ന് തെളിയിക്കാനായാൽ അല്ലെങ്കിൽ അതിലേത് വകുപ്പ് ചേർത്താണ് തരത്തിൽ വാർത്താസമ്മേളനം നടത്തേണ്ട എന്നുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ താൻ ചെറുതുരുത്തി പാലത്തിനും അപ്പുറത്തേക്ക് പോയി മാധ്യമപ്രവർത്തകരെ കാണാം, താൻ വാർത്താസമ്മേളനം ഇവിടെ നിർത്താം, അത് ഏത് ചട്ടപ്രകാരമാണ് എന്ന് കൃത്യമായി ഉദ്യോഗസ്ഥർ പറയണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവേകിന് സാധിച്ചില്ല എന്നാണ് അൻവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വാർത്താസമ്മേളനം തുടരുകയും ചെയ്തു. അതിൽ പ്രധാനമായും അൻവർ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ഓരോ മുന്നണിക്കും 35 ലക്ഷം രൂപ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് പണം ചെലവഴിക്കാനായി അനുവദിച്ചിരിക്കുന്ന തുക. പക്ഷേ 34 കോടിക്ക് മുകളിൽ ഈ 3 മുന്നണികളിലൂടെ ഇവിടെ ചെലവാക്കി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉയർത്തുന്നുണ്ട്. കൂടാതെ തന്നെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 25 മിഥുൻ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾക്കും അപ്പുറം അൻവർ നടത്തിയ ഈ നീക്കം, അതായത് നമ്മൾ കണ്ടിരിക്കുന്നതാണ്, തെരഞ്ഞെടുപ്പ് രംഗത്ത് പരസ്യപ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് 6 മണി വരെ മാത്രമേ പരസ്യപ്രചരണത്തിന് സമയമുള്ളൂ. അതിനുശേഷം ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല. ഇന്നത്തെ ദിവസം നിശബ്ദ പ്രചരണമാണ്. ഇതിൽ ഈ മണ്ഡലത്തിന് പുറത്തുള്ള നേതാക്കളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഒക്കെ പുറത്തു പോകണം, അവർക്ക് പിന്നെ മണ്ഡലത്തിൽ ഇടമില്ല. ഇതാണ് നമ്മൾ കണ്ടുവന്നിരുന്ന ചട്ടം. പക്ഷേ അൻവർ ഇന്ന് നടത്തിയ ഈ നീക്കത്തിന് നിയമപരമായ പിന്തുണ ഉണ്ട് എന്നതാണോ അദ്ദേഹത്തിന്റെ അവകാശവാദം? അതല്ലെങ്കിൽ ഈ കമ്മീഷന് ഈ ചട്ടം കൃത്യമായി ബോധ്യപ്പെടുത്താൻ അൻവറിന് കഴിഞ്ഞില്ല? എന്തുകൊണ്ടാണ് അത് സംഭവിക്കാതെ പോയത്? അൻവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതായത് തന്റെ വാർത്താസമ്മേളനം തടസ്സപ്പെടുത്തിയതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകും, അത് നിയമവഴികൾ താൻ ആലോചിക്കുന്നുണ്ട്, അതിന്റെ അടക്കമുള്ള വിശദാംശങ്ങൾ ഉടൻ തന്നെ മാധ്യമങ്ങളെ അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഒപ്പം തന്നെ ഈ എത്തിയ ഉദ്യോഗസ്ഥന് കൃത്യമായി അൻവറിലേക്ക് കാര്യങ്ങൾ ധരിപ്പിക്കാനായില്ല. അതായത് അൻവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് ഏത് ചട്ടപ്രകാരമാണ് തനിക്കെതിരെ ഇത്തരത്തിൽ വാർത്താസമ്മേളനം നടത്തരുത് എന്ന് ആവശ്യപ്പെടുന്നത്? ആ ചട്ടം നിങ്ങൾ ഉന്നയിക്കൂ. ഏത് വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ തനിക്ക് നോട്ടീസ് നൽകുന്നത്? എങ്ങനെയാണ് താൻ ഈ ഒരു ചട്ടലംഘനം നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുന്നു. പക്ഷേ ആ പ്രതിനിധി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധിയായി എത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവേക് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ശ്രമം നടത്തി. പക്ഷേ അത് അംഗീകരിക്കാൻ PV അൻവർ തയ്യാറായില്ല. തുടർന്ന് ഈ ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനം കഴിഞ്ഞതിന് ശേഷം തിരികെ മടങ്ങിയെത്തുമെന്ന് പറഞ്ഞ് അവിടേക്ക് പുറത്തേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ഈ ഉദ്യോഗസ്ഥരോട് കൃത്യമായി ആരാഞ്ഞിരുന്നു എന്താണ് സംഭവം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് അൻവറിനെതിരെ നടപടി ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതായത് അടിയന്തരമായി തന്നെ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അൻവറിനെതിരെ നടപടി ഉണ്ടാകും, അതിനുവേണ്ടിയുള്ള പ്രോസസ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇലക്ഷൻ ടെലികാസ്റ്റിംഗ് നടപടി, അതായത് ചട്ടം, അത് കൃത്യമായി അൻവർ ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയത്. അല്പസമയത്തിനകം തന്നെ ഇവർ ഉദ്യോഗസ്ഥർ വീണ്ടും മടങ്ങി ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ വലിയ നാടകീയ രംഗങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അൻവർ വാർത്താസമ്മേളനം നടത്താൻ ഈ റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പുറത്ത്, അതായത് ഈ ഹോട്ടലിന് പുറത്ത് ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. ആ സമയത്ത് പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികളുണ്ടായിരുന്നു. പക്ഷേ അൻവർ വാർത്താസമ്മേളനമായി നടത്താനായി എത്തുന്ന സമയത്ത് പോലീസ് തടഞ്ഞില്ല, അകത്തേക്ക് കയറ്റിവിടുകയായിരുന്നു. ആ സമയത്ത് ഒരു തരത്തിലും തടയാനോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്താനോ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് പ്രതിനിധികളെത്തി, ഈ ഹോട്ടലിലെ ജീവനക്കാരെത്തി ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം നിലപാട് അറിയിക്കുമെന്ന് ആദ്യം വ്യക്തമാക്കിയിരുന്നു. അതായത് വാർത്താസമ്മേളനം നടത്താൻ തന്നെ അനുവദിച്ചില്ല എങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ താൻ ഇത് പ്രതികരണം നടത്തുമെന്നുള്ള ഒരു വെല്ലുവിളി കൂടി നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് വാർത്താസമ്മേളനം ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു. അതിനിടയിലാണ് ഈ ഉദ്യോഗസ്ഥരെത്തി ഇത്തരത്തിൽ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കൃത്യമായ രീതിയിൽ വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അൻവറിനെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്, വാർത്താസമ്മേളനത്തിൽ നിന്ന് പിൻവരണമെന്നുള്ള നിർദ്ദേശം നൽകാൻ ശ്രമിച്ചത്. പക്ഷേ അതിൽ വഴങ്ങാതെ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം PV അൻവർ നടത്തിയിരുന്നു. കൂടാതെ തന്നെ വാകീറിയ കോടാലിയാണ് എന്ന് മുഖ്യമന്ത്രി അൻവറിനെ കുറിച്ച് പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. അത് എന്താണ് എന്ന് ഇലക്ഷൻ സമയത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് കുട്ടിക്കലാശനത്തിന് DMK-യുടെ ഒരു വലിയ റോഡ് ഷോയോ അല്ലെങ്കിൽ വലിയ പരിപാടികളോ ഒന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അതിന് മുമ്പത്തെ ദിവസം ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് DMK പ്രവർത്തകർ തടിച്ചുകൂടുന്നു. 30ഓളം വാഹനങ്ങൾ അനുമതിയില്ലാതെ വലിയ ലോറികളടക്കം കൊണ്ട് ഈ മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ, അതായത് അന്നത്തെ ദിവസം മുഖ്യമന്ത്രിക്ക് പരിപാടി ഉണ്ടായിരുന്നു, പഴയന്നൂർ ദേശമംഗലം അടക്കമുള്ള മേഖലയിൽ പരിപാടി ഉണ്ടായിരുന്നു. ആ വഴിയിലേക്ക് പോകുന്ന വേളയിലാണ് ഈ ഒരു മാർച്ച് നടത്തുകയും വലിയ ശക്തി പ്രകടനമാണ് എന്ന തരത്തിൽ ഒരു റോഡ് ഷോ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ആ റോഡ് ഷോയിൽ പക്ഷേ
PV അൻവർ പങ്കെടുത്തില്ല. DMKയുടെ പ്രവർത്തകരായിരുന്നു പങ്കെടുത്തത്. 30ഓളം വാഹനങ്ങൾ അനുമതിയില്ലാതെ അവിടെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിൽ ഒരു തുറന്ന പോരിലേക്ക് ചേലക്കരയിൽ PV അൻവർ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു അന്ന് നമുക്ക് മനസ്സിലായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നിശബ്ദ പ്രസംഗം നടക്കുന്ന വേളയിൽ 48 മണിക്കൂറുകൾ ഇനിയുള്ള 48 മണിക്കൂറുകൾ ഇലക്ഷൻ കഴിയുന്നതിനും വരെ ഇത്തരത്തിൽ മണ്ഡലത്തിൽ മറ്റ് നേതാക്കൾക്ക് വരുവാനോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം പോലെ ഉള്ള കാര്യങ്ങൾ നടത്താനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചട്ടവിരുദ്ധമാണ്, അത് ചട്ടലംഘനമാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് നേതാക്കളൊക്കെ തന്നെ, അതായത് മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കൾ, അതാണ് നമുക്ക് പരിചയമുള്ളത്. നമ്മൾ കാണാറുള്ള കാഴ്ചയും മിഥുൻ അത് ഇങ്ങനെ തന്നെയാണ്. മിഥുൻ, ഈ അൻവർ ഇപ്പോഴും ആ ഹോട്ടലിലുണ്ടോ? കമ്മീഷന്റെയോ പോലീസിന്റെയോ ഉദ്യോഗസ്ഥർ ആരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടോ? എന്ത് തുടർ നീക്കം നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കണം? ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുമ്പോൾ മാധ്യമപ്രവർത്തകരോട് കൃത്യമായി പറഞ്ഞിരുന്നു, വാർത്താസമ്മേളനം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരും. ആ നോട്ടീസ് കൈപ്പറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസ് കൈപ്പറ്റാൻ PV അൻവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചന നടത്തേണ്ടതായിട്ടുണ്ട്, ഇക്കാര്യം ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പോലീസുമൊത്ത് തിരികെ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും PV അൻവർ ഹോട്ടലിൽ തന്നെ തുടരുകയാണ്. തൊട്ടടുത്തുള്ള കോൺഫറൻസ് ഹാളിൽ അദ്ദേഹം ഉണ്ട്. എന്തായാലും ഇതിലൊരു തീരുമാനമാകുന്നതുവരെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകില്ല എന്നാണ് PV അൻവർ നിലപാടെടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഉള്ള രീതിയിലുണ്ടായിരുന്നു. അതായത് DMK പ്രവർത്തകർ ഇവിടേക്ക് വരുമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അൻവറിനെ അകത്തേക്ക് കയറ്റിവിട്ടതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.